ഹലോ, നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഭദ്രകാളി ചിത്രമുണ്ടോ? എങ്കിൽ ഇതറിയാതെ പോകരുത്. ഹൈന്ദവ വിശ്വാസപ്രകാരം സംഹാരത്തിൻ്റെ ദേവതയാണ് ഭദ്രകാളി എന്നറിയപ്പെടുന്നത്. ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത്. ആദിപരാശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ്. പുറത്തേക്ക് നീട്ടിയ നാവ്, ഒരു കൈയിൽ ശരീരം വേർപെട്ട് രക്തം വാർന്നൊലിക്കുന്ന തല, അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ, തൂക്കിയ രൂപം നമ്മെ ഭയപ്പെടുത്തുന്നു. രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നൊരു തത്വം ഇതിൻ്റെ പിന്നിലുണ്ട്. സർവചരാചരങ്ങളുടെയും മാതാവായ ദേവി തന്നെയാണ് ഭദ്രകാളി. ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച രൂപമാണിത്. തൻ്റെ മക്കൾക്ക് ദോഷം സംഭവിക്കാൻ ഒരമ്മയും ആഗ്രഹിക്കുകയില്ല. അതിനാൽ ഭദ്രകാളി ചിത്രം വീട്ടിൽ വയ്ക്കാവുന്നതാണ്. കാലാകാലങ്ങളായി ഭവനത്തിലിരിക്കുന്ന ഭദ്രകാളി ചിത്രം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എടുത്തുമാറ്റുന്നത് ഉചിതമല്ല. ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടും. ഒരു ദുഷ്ടശക്തിയും ദോഷങ്ങളും ഭവനത്തിലുള്ളവരെ ബാധിക്കുകയില്ല. ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ. ഭദ്രകാളി ദേവിയോടുള്ള ഉത്തമമായ ഭക്തി സമ്പത്തും ഐശ്വര്യവും സർവമംഗളങ്ങളും നേടിത്തരുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഭദ്രകാളി ഫോട്ടോ വെച്ച് സ്വാമിയെ വിളിക്കുക. നമ്മൾ മനസ്സുരുകി വിളിച്ചാൽ അമ്മ വിളിപ്പുറത്തെത്തും. ഓം ഭദ്രകാളിയേ നമഃ.